ഹണ്ടി ഗുണ്ടി ട്രക്കിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ മർസുണ്ട്, ദൃശ്യമുണ്ട്. മാജിക് മഷ്റൂം. ഇന്ന് നമ്മൾ ബാംഗ്ലൂരിനടുത്തുള്ള രാമനഗരയിലെ ഹണ്ടി ഗുണ്ടി എന്നൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മനോഹരമായ സ്ഥലത്തെത്താം. ഞാൻ ഈ വീഡിയോയിൽ ഹണ്ടി ഗുണ്ടിയിൽ എങ്ങനെ എത്താം, എന്തൊക്കെ കൊണ്ടുപോകണം, ഹണ്ടി ഗുണ്ടിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഫുഡ് കഴിക്കാൻ നിർത്തി, ഷെഡിൽ കളിക്കട്ടെ, നല്ല ചൂട് ഇഡലി. ഹായ്, അപ്പം ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ എന്താ പറയുക, ഹണ്ടി ഗുണ്ടി ട്രക്കിലേക്ക് പോവാണ്. എന്തായാലും ഇവിടുന്ന് ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോൾ 20 മിനിറ്റും കൂടി നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഹണ്ടി ഗുണ്ടി എത്തും. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കണം, പഴയ മൈസൂർ ഹൈവേ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക റെയിൽവേ ഗേറ്റൊക്കെ വരുന്നുണ്ട്. ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഒരു 5 മിനിറ്റും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മളെ ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടും. അപ്പം നമ്മൾ ഈ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 വഴി കിട്ടും. ഒരു ആൽമരത്തിൻ്റെ മുന്നിൽ നിന്ന് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും. നമ്മൾ ലെഫ്റ്റിലുള്ള വഴി എടുത്തിട്ട് നേരെ പോകണം. അവിടെയാണ് നമുക്ക് ആക്ച്വലി ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ അവിടെയാണ് ഈ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു വഴിയാണ് ട്രക്കിങ്ങിൻ്റെ. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വഴിയാണ്. അത് പ്രോപ്പർ പാത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല നമ്മൾ പോയപ്പം. അത് അല്ല റോഡ് ഇല്ല, ഇല്ല ടെമ്പിൾ അല്ല അങ്ങേ ಹೋಗಕ್ಕಾಗುತ್ತಲ್ವಾ ಗಾಡಿ ഓക്കെ ഓക്കെ. അവിടെ ആ ടെമ്പിളിന്റെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിന്റെ അടുത്ത് വരെ വണ്ടി പോകും. അവിടെ നിന്ന് നമ്മൾ ഇനി മുകളിലേക്ക് പോകണം. ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് വന്നാൽ വഴി തെറ്റാതെ നമുക്ക് എത്താൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പാർക്കിങ്. പാർക്കിങ്ങിൽ എന്തായാലും ഇവിടെ വണ്ടി ഇടണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് 2 കെട്ടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇത് 2 വട്ടം കെട്ടുക. ഓക്കെ, 1 2. ഓക്കെ, സെറ്റായി. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് അനങ്ങൂല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ട്രക്കിംഗ് കഴിഞ്ഞു, അപ്പോൾ ഊരണം. ഇതിനെ സ്ലിപ്പറായിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചു. എന്തെന്ന് പറഞ്ഞാൽ ഈ കെട്ട് അയക്കണ്ട. ഇപ്പോൾ ലോങ് ട്രക്കൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ ഒരാഴ്ചത്തെ ട്രക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഇത് അഴിക്കലും കെട്ടലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന ഇത് അഴിക്കുക. ഓക്കെ, ഈ 2 മാത്രം അഴിക്കുക. ഫുള്ള് ലൂസായി. ഇനി നീ എന്ത് ചെയ്യുന്നത്, എനിക്ക് സാധാരണ ലൂസായിട്ട് എനിക്ക് ഇതിൻ്റെ സ്ലിപ്പർ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിടുക. ഇതെടുത്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കയറ്റിയിട്ടാൽ മതി. ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റായി. ഓക്കെ, ഇനിയിപ്പോൾ നാളെ എനിക്ക് ആദ്യം വേണമെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എടുക്കുക, ഇടിയിട്ട് ഇടി ടൈറ്റായിട്ട് ഇടിയിട്ട് കഴിഞ്ഞാൽ കെട്ടായി. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ ഒരു 1 വീക്ക് ട്രെക്കിനൊക്കെ പോകുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇത് ഊരണം. മീൻസ് എല്ലാ ദിവസവും രാവിലെ കെട്ടണം, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഊരണം. പിന്നെ നമുക്ക് മറ്റേ പോലെ യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ, ഈ ഡേ ഷൂസ് ആയിട്ട് സ്ലിപ്പേഴ്സ് പോലെ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ആക്ച്വലി ഈ ട്രെക്കിംഗ് ഷൂസ് ഉപയോഗിക്കേണ്ടത് ലൈസ് ഇങ്ങനെയാണ് കെട്ടേണ്ടത്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് ട്രെക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉപയോഗിച്ച് നമുക്കിത് ഊരി ഇവിടെ വെക്കാൻ പറ്റും. സ്ലിപ്പറായിട്ടോ എന്തായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ രാത്രി ടോയ്ലറ്റിലൊക്കെ പോകുകയാണെങ്കിൽ മൾട്ടി ഡേ ട്രക്കൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അന്നേരമൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഇത് സംഭവം. ഇത് കാരണം എല്ലാ ദിവസവും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഇത് കെട്ടലൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കെട്ടിയെടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റും. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ. ഇനിയിപ്പം നമ്മൾ ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നെക്സോൺ മോൻ ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിതാ ഇനി ഈ റൂട്ട് പിടിച്ചിട്ട് അങ്ങ് കുറേ ദൂരം പോകാനുണ്ട്. നമ്മൾ 3 ആളാണുള്ളത്. ഞാൻ, ദൃശ്യമുണ്ട്, മർസു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഒരു ഏകദേശം ഒരു 4 കിലോമീറ്റർ നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഇതിന് 2 എൻട്രി ആക്ച്വലി ഉണ്ട്. അതിലൊരു
ഇതിനടുത്തൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിനടുത്ത് വന്നിട്ടാണ് അവിടെ നിന്നാണ് ആക്ച്വൽ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും അതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. കാരണം കുറേ ആൾക്കാർക്ക് വഴിതെറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് വന്നാൽ മതി. അപ്പം നടന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് അവിടെ വണ്ടി വെച്ച് വരുമ്പോൾ ഇവിടെ ഒരു വൈ ജംഗ്ഷൻ കിട്ടും. ഇവിടുന്ന് റൈറ്റ് എടുക്കുക. ഇവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങ് നമുക്ക് മല കാണാം. ആ മലേൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് കണ്ടോ, ഇവിടെ വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ഈ റോഡ് ഇവിടെ വന്നപ്പോൾ ഇപ്പം നമുക്ക് അഗെയിൻ അങ്ങോട്ടേക്ക് പോകണം റൈറ്റ് എടുത്തിട്ട്. അപ്പോൾ അതിന് അടയാളം നോക്കേണ്ടത് ഇതേപോലെ മരത്തിൻ്റെ ഒരു യെല്ലോ ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്കിംഗ് പിടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ എത്ര ദൂരം ഉണ്ടാവും എന്നറിയില്ല. നമ്മളിപ്പോൾ വരുമ്പോൾ 2 ഈക്കിൽ യെല്ലോ ലൈൻ കണ്ടു. അപ്പോൾ ഈ യെല്ലോ ലൈൻ നോക്കിയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതുണ്ടോ, ഇത് കുറേ മുളങ്കാടുകളുണ്ട്. ഈ മുളങ്കാടുകൾ ഉള്ളത് കൊണ്ട് ആന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വൈൽഡ് ലൈഫ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആനകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ സൺറൈസ് ട്രക്കിനൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം. കാരണം അത്യാവശ്യം മുളങ്കാടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ട്രയലിൽ. ഇത് നമ്മളെ കയറ്റം സ്റ്റാർട്ട് ചെയ്തു. ഇനി മലയൊക്കെ കയറി മുകളിലേക്ക് എത്തണം. അവിടെ അല്ലേ, അവിടെ നമ്മളെ വണ്ടി വെച്ചിരിക്കണേ. സ്റ്റാർട്ടിങ് ചെയ്ത അമ്പലം അവിടുന്ന് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ടാണ് വണ്ടി വെച്ചിരിക്കണത്. ഞാൻ നമ്മളെ വണ്ടി കാണിച്ചുതരാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലം നോക്കി. അപ്പോൾ ഹണ്ടികുണ്ടിയുടെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹണ്ടികുണ്ടി ട്രക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അറൗണ്ട് ഒരു എത്ര പറയാം, ഒരു 60 കിലോമീറ്ററിനുള്ളിൽ വരുന്നതാണ്. രാമനഗര ഡിസ്ട്രിക്റ്റിലാണ് വരിക. ഈ ഹണ്ടികുണ്ടി ട്രക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് ട്രക്കാണ്. ഒരു 4-5 കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. ഒരു 2 to 4 എന്നാണ് പറയാം കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കയറാം. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട്. അതൊക്കെ ഒരു ഈസി ടു മോഡറേറ്റിൽ വരുന്ന ഒരു ട്രക്കാണ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വരാനും ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ട്രക്കാണ്. പിന്നെ വഴി തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും എല്ലാവരും ഒരു നല്ല ട്രക്കിംഗ് ചെയ്യൂ. ഈ ട്രക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. വരേണ്ട ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയുടെ മുന്നോട്ട് പോയിട്ട് കുറേ നല്ല ഹണ്ടികുണ്ടി ട്രക്കിൻ്റെ കുറേ നല്ല വീഡിയോസും നല്ല കാഴ്ചകളും നമുക്ക് കാണാം. അങ്ങ് മൈസൂർ ഹൈവേ നമുക്ക് അവിടെ കാണാം. രാംനഗരയുടെയും ബിദഡീൻ്റെയൊക്കെ പാട്ടായിരിക്കും. മെയിൻ രാംനഗരയുടെ പാട്ടായിരിക്കും. കാരണം ഇത് രാംനഗരയിലാണ് വരുന്നത്. ദൃശ്യം മർസും കൂടി അവിടെ വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ട്. ഏത് TM ഹിൽസ് ഇവിടെ കാണാമെന്ന് പറഞ്ഞു. രാമനഗര ഹിൽസ് കാണാം. തിമ്മപ്പന വെട്ടേക്ക് കാണാം. റോക്കോ അതാണോന്ന് അറിയില്ല. നിങ്ങളല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടൂ. ഇതിനകത്ത് TM ഹിൽസ് എന്ന് പറയും, തിമ്മപ്പന വെട്ട എന്ന് പറയും. അതാണോന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് രാമദേവര ബെട്ട അത് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു ട്രക്കും കൂടിയില്ല ഇവിടെ. ഏതോ ഒരു 1-2 ഹിൽസും കൂടി കാണാൻ പറ്റും. തലവാടി കാണാൻ പറ്റില്ലായിരിക്കും. കുനികല്ലേ, കുനികൽ ഇവിടെയാണ്. മർസു, നീ ഇവിടെ വന്നതിന് ഏറ്റവും നല്ല ട്രക്ക് ഏതായിരുന്നോടാ? കുനികൽ നീ ചെയ്തില്ലേ? ഓക്കെ, നല്ല ട്രക്കല്ലേ അത്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ചും കൂടി നമ്മൾ നടന്ന് പോകണം മുന്നോട്ട്. പക്ഷെ ഇതിൻ്റെ മുകളിൽ കണ്ടോ നല്ല വ്യൂ ആണ്. നമുക്ക് ചുറ്റുമുള്ള മലകളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്കൊന്ന് അത് തന്നെയാണ് നമ്മളെ സമ്മിറ്റ് പോയിന്റ്. ആ ദൂരെ കാണുന്ന ആ മല, അത് കയറി പോകണം ഈ സൈഡിലൂടെ. ഇത് നോക്കി ഇവിടുത്തെ വ്യൂ. അത്യാവശ്യം ഹൈറ്റിൽ കയറി ഒരു ഏകദേശം ഒരു 100-500 മീറ്റർ കയറിയിട്ടുണ്ടാവും. ഏകദേശം ഒരു എന്താ പറയുക 240-250 ഡിഗ്രി ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, ഫുള്ള് മലകൾ നമുക്ക് രാമനഗരയുടെ മലകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇത് കാണുന്നില്ലേ, ഫുള്ള്
നല്ല മഴയുള്ളതുകൊണ്ട് നല്ല പച്ചപ്പായിട്ടുണ്ട്. ഇതുണ്ടോ, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ ഇനി 360 വ്യൂ കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഹണ്ടിഗുണ്ടിയുടെ വേറൊരു പേരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? ഹണ്ടിഗുണ്ടിയുടെ പേരല്ല, ഹണ്ടിഗുണ്ടി എന്ന് വെച്ചാൽ പന്നിക്കൂട്ടം എന്നെന്തോ ആണ് അർത്ഥം. അതന്നെ, കുറേ പന്നി കുഴിച്ച് വെച്ച് ഇതൊക്കെ കാണാം അല്ലേ. ഇവിടെ നമ്മുടെ ഈ വരുന്ന ട്രയലിൽ കുറേ പന്നി കുഴിച്ച് വെച്ച് സാധനങ്ങളൊക്കെ കാണാം, കുഴികളൊക്കെ കാണാം. ഇതാ ഇവിടെ കണ്ടോ, ഇങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ കണ്ടിരുന്നു വരുന്ന ട്രയലിൽ. ആ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഈ മാളങ്ങളും ഇങ്ങനെ കുഴികളൊക്കെ കാണാം. ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തു, വെള്ളം കൂടി ബ്രേക്ക്. നേരെ മൈസൂരത്തെ മോളൂ, മൈസൂരിൽ പോയിട്ട് കുരു സീറ്റ്സ് പോയിട്ട് ഒരു മൈസൂർ പാക്ക് വാങ്ങിക്കഴിഞ്ഞു. നല്ല അടിപൊളി മൈസൂർ ശ്രീ കണ്ടോ. ഇതേപോലെയുള്ള ബോട്ടിലുകൾ നമ്മൾ ട്രക്കിന് എടുക്കുന്നത് നല്ലതാണ്. അത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ബോട്ടിലുകളാണ്. മോള് അഭിപ്രായം എന്താ? എറിഞ്ഞിട്ടല്ലേ കാണും. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാം, പ്ലസ് വെയ്റ്റ്ലെസ് ആണ്. നമ്മൾ ഇതേപോലെയുള്ള ബാഗുകളിൽ എന്താടാ, അതെ അതെ, ചൂടുവെള്ളം അത്യാവശ്യം, ചൂട് അധികം നിൽക്കില്ലേലും അത്യാവശ്യം കരുതാൻ പറ്റും. ചൂട് വെക്കും അല്ലേ. എന്തായാലും എല്ലാവരും അങ്ങനെയുള്ള റീയൂസബിൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ട്രെയിൽസും ഒക്കെ കുറച്ചും കൂടി നമ്മളെ ക്ലീൻ ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇത് ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് സ്റ്റിൽ. അതുകൊണ്ട് നമ്മൾ ഒന്നും ഇടാൻ പാടില്ല പ്രത്യേകിച്ച്, കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അവരൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ അവരെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇട്ടുപോയാൽ. എന്തായാലും നമുക്ക് എഴുന്നേക്കാം. ബ്രേക്ക് കഴിഞ്ഞു, നമ്മൾ മെല്ലനെ എഴുന്നേറ്റിട്ട് ആദ്യം നമ്മളെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കാണുന്ന മലയാണ് നമുക്ക് ഇനി ആദ്യം മുന്നോട്ടേക്ക് പോയിട്ട് കയറേണ്ടത്. ഈ ട്രയലിൻ്റെ വേറൊരു ഭംഗിയാണ് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് താഴെയുള്ള എല്ലാം കാണാം, എല്ലാ മരങ്ങളും കാടുകളും എല്ലാം കാണാം. പിന്നെ ഇത് ഈ കണ്ടോ, ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്, ഇതുവഴി ഇങ്ങനെ കയറി. അപ്പോൾ ഈ ക്ലിഫിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ നടന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് രണ്ട് സൈഡിലുള്ള കാഴ്ചകളും കണ്ടിട്ട് വരാൻ പറ്റും. നമ്മളിങ്ങനെ പോകുന്നുണ്ട് സൈഡിലൂടെ, ഇടയ്ക്ക് വഴി തെറ്റും, തിരിച്ചു നടക്കും. അതും ഈ ട്രെയിലിൻ്റെ ഒരു ഇതാണ്. ഇങ്ങനെയുള്ള ഈ പാത്ത് പിടിച്ച് പോകണം. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റാൻ സാധ്യതയുണ്ട്, പക്ഷേ സ്റ്റിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. തൊപ്പി ഇതാ, ട്രക്കിന് ഇങ്ങനെ തൊപ്പിയിട്ടിട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇപ്പം കാണുന്നത്. ഈശയുടെ തൊപ്പി ഉടക്കി മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മുള്ളിനൊക്കെ തൊപ്പി മാത്രമല്ല, നമ്മുടെ ഡ്രസ്സും ഇതൊക്കെ ആവാതെ നമ്മൾ കയറണം. വഴി മൊത്തം തെറ്റി, ഇവിടെ വഴിയൊന്നുമില്ല. മത്സു കണ്ടുപിടിക്കടാ വഴി. ആണ് തോന്നുന്നുണ്ട്. മണത്ത് നോക്കടാ, ഒന്ന് തിരുമ്പ് പൊട്ടിച്ചിട്ട് അല്ലേ. എനിക്ക് നോട്ടെ, എടാ നല്ല മണുണ്ടടാ, നല്ലൊരു കുത്തണ ഒരു മണം അല്ലേ. ആ ഇവനോട് ഇവനല്ലേ ബിരിയാണി വെക്കാറ്. ആയിരിക്കും ചിലപ്പോൾ, അറിയില്ല. പക്ഷേ ഇതിനെ ലെമൺ ഗ്രാസ് എന്നാണ് പറയാ. പുൽത്തൈലും ഇതൊക്കെ ഉണ്ടാക്കില്ലേ, അതിൽ തന്നെയാണ്. അത് ലെമൺ ഗ്രാസ് തന്നെയാണ് ഉണ്ടാക്കണത്. ഇത് കണ്ടോ, ഇതാണ് ആ പുല്ല്. ഇത് ലെമൺ ഗ്രാസ് ആണോ എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ പറയൂ. നമ്മളെ അറിവ് വെച്ചിട്ടാണ് പറഞ്ഞത്. നല്ല മണമുണ്ട് ആക്ച്വലി. മനസ്സോ നോക്കടാ, നമ്മളെത്തി ഏകദേശം ടോപ്പില്. ഇവിടെ അമ്പലം എവിടെടാ, ഇനിയല്ലേ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ. ഇതാണ് ഇതിന്റെ ടോപ്പ്.
അറിയോ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. അങ്ങ് ദൂരെ അവിടെ അവിടെയായിട്ട് ട്രെയിൻ പോകുന്ന കാണാം. രാമനഗര ടൗൺ ആണ് താഴെ കാണുന്നത്. കുറച്ച് നടന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കിട്ടും. കണ്ടോ, ഒരു വലിയ പാറ, താഴെ വലിയ കൊക്കയാണ്. അപ്പം അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പർവ്വതങ്ങളെ വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. കണ്ടോ, ഹണ്ടി കുണ്ടിയുടെ ഫുള്ള് വ്യൂ ആണ് ഇവിടെ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഫുള്ള് മലകളെയും നമുക്ക് കാണാൻ പറ്റും. രാമനഗരയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മലകളാണ് ഇതൊക്കെ. അവിടെ കുറേ വാട്ടർ ബോഡീസ് ഒക്കെ കാണാം. ഇത് കാണാൻ നാട്ടിൻ്റെ ലുക്ക് ഉണ്ടല്ലേ. ഒരു കുളം അവിടെ കാണാം. പിന്നെ അവിടെ കുറേ വാട്ടർ ബോഡീസ് ആണ്. വലിയ കൊക്കിയാണ്. കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ വ്യൂ. പഴമൊക്കെ നല്ലതാണ് ആക്ച്വലി, നല്ല എനർജി തരും. അപ്പം വരുന്നവർക്ക് ട്രക്കിന് ഓരോ പഴമൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാക്കിംഗ് സാധനത്തിനെക്കാട്ടി നല്ലതാണ് പഴവും വെജിറ്റബിൾസൊക്കെ അല്ലേ. എടുക്കാനുള്ള ഇതുകൊണ്ട് ഇതാണ് പഴെടുത്തത് ഞാനാ. ആ അതെ. അങ്ങനെ നമ്മൾ മുകളിൽ എത്തി. നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും നല്ലൊരു മുകളിലേക്ക് കയറി വരുന്ന കയറ്റൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ട്രയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കണേ. എങ്ങനെയായിരുന്നു ദൃശ്യ എനിക്ക് ഫീൽ ചെയ്തത്? നല്ല ട്രെയിലാണ്, ഒരു ഷോർട്ട് ട്രെയിലാണ്. കുറച്ചേ ഉള്ളൂ, ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ മുകളിലെത്തി. അതെ, പക്ഷേ നല്ല ഭംഗിയുള്ള ട്രെയിലാണ്. കുറച്ച് എന്താ പറയുക, കുറച്ച് കാടിൻ്റെ സെക്ഷൻസ് ഉണ്ട്. കാടല്ല, അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ ഉണ്ട്. പിന്നെ മുകളിൽ കുറച്ച് പാറയുടെ സെക്ഷൻ ഉണ്ട്. മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളൊരു ഓപ്പൺ ലാൻഡാണ്. ഇവിടുന്ന് എല്ലാ സൈഡും 360 ഡിഗ്രി സൈഡ് കാണാം. ഒരു സൈഡ് ഫുള്ള് രാംനഗര, ഒരു സൈഡ് നമുക്ക് മൈസൂർ ഹൈവേ പോണ കാണാം, അപ്പുറത്തെ സൈഡ് ഫുള്ള് കാടാണ്. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ. ചെറിയ ട്രെയിലാണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഒട്ടും ടഫല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ. ആ ഒരു കുറച്ച് പോർഷൻ കുറച്ച് സ്റ്റീപ്പാണെന്നേ ഉള്ളൂ. അതെ, കുറച്ച് ദൂരം നമുക്ക് നടന്ന് കയറാനുണ്ട്. ആ ഒരു സ്റ്റീപ്പ് സാധനമേ ഉള്ളൂ. പക്ഷേ ഒരു മോഡറേറ്റ് ടു ഈസി ടു മോഡറേറ്റ് എന്നൊക്കെ പറയാം, അത്രയാണ്. പിന്നെ മുകളിൽ നല്ല കാറ്റുണ്ട്. അപ്പം കാറ്റ് നല്ല ഒരു തണുപ്പും ഒരു ഫീലൊക്കെ ഉണ്ട് ഇപ്പം വന്നു കഴിഞ്ഞാൽ. ഇനി വെയിലത്തുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം വെയിലാവും, നല്ല വെയിലായിരിക്കും തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ചെറിയ ചെറിയ ബുഷസും ട്രീകളും മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാമല്ലോ പുറകിലൊക്കെ ഓപ്പൺ ഏരിയ ആണ്. അപ്പം ഒരു ബന്നത്തിമാരിയൊക്കെ പോയ അതേപോലെ തന്നെ ഒരു ടെറൈൻ ആണ്. മറ്റേ സൈഡ് ഒരു സൈഡിൽ കുറെ ഇങ്ങനെ ഇതായിരുന്നു, പാറയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2, 3 ഒന്ന് കൂടിയാ പോടാ. ഇതാ മഴ കിട്ടി, നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. മഴ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതാ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. വെതർ ഫോർകാസ്റ്റർ റെയിൻ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും റെയിൻ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. മഴ നല്ല തണുപ്പായി. ഇനി റെയിൻകോട്ട് ഇട്ടിട്ട് നമ്മൾ താഴേക്ക് പോവാം. അങ്ങനെ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് ആണോ മർസും നേത്രാവതി പോയി വീണു എന്നാണ് പറഞ്ഞത്. ഇവ കണ്ടോ, എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നോക്കി, ഓ എന്താ പറയുക, മൗണ്ടൻസിലെ മഴ അങ്ങനെയാണ്. മഴ വരും, മഴ പോവും.
പെട്ടെന്ന് തന്നെ വന്നിട്ട് പോകും. അപ്പോൾ നമ്മൾ താഴെയുള്ള പോലെ കുറേ സമയം പെയ്തൊന്നും നിൽക്കില്ല. അപ്പോൾ കാറ്റിന് ഇങ്ങനെ മഴ വരികയാണ്. അപ്പോൾ ആ മഴ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്തായാലും നമ്മൾ റെയിൻകോട്ട് ഇട്ടു. ചെറുങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ നമ്മൾ കോൺകർ ചെയ്തതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതെ ശരിയാ, നമ്മൾ നമ്മളെ തന്നെയാണ് കോൺകർ ചെയ്യുന്നത്, മൗണ്ടൻസിനെ കോൺകർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു 2 മൊത്തം 4 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് ഇത് മൊത്തം. പിന്നെ ഇതിൻ്റെ താഴെ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ഇങ്ങനെ കാണാം. താഴെ കുറേ വാട്ടർ ബോഡീസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം താഴെ പോയിട്ട്. ഇനിയിപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഇറങ്ങി നമ്മൾ താഴേക്ക് എത്തണം, അത് എക്സ്പ്ലോർ ചെയ്യേണ്ടിക്കില്ല. അത് ഇപ്പം പറഞ്ഞതൊരു നല്ല പോയിന്റാണ്. ഇറങ്ങുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം. കാരണം ഇറങ്ങുമ്പോഴാണ് സാധാരണ മുട്ടിനൊക്കെ പണി കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു അടിപൊളി ഒരു പാറ ഇങ്ങനെ ആ ക്ലിഫിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകാൻ നോക്കുകയാണ്. ഓ അടിപൊളി പറ, മുന്തിയ താഴെ വീഴാ. നോക്കിയേ, ആരും എടുത്തു വെച്ച പോലെ അല്ലടാ. ഇവിടുത്തെ വ്യൂ നോക്കിയേ. ഓ ഇത് മറ്റേ സൈഡ് രാമനഗരയുടെ ആ സിറ്റി സൈഡാണത്. ആ കാണുന്നതൊക്കെ സിറ്റിയാണ് രാമനഗരയുടെ. അവിടെയാണ് നേരത്തെ കണ്ട മൈസൂർ ഹൈവേ ഒക്കെ പോകുന്നത്. അവിടെ ഒരു എന്താ പറയുക, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഗ്രിപ്പ് അധികമില്ല. അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ രസമുണ്ടാവും. പോട്ടെ, പിന്നെ നമുക്ക് നോക്കാം. മാജിക് മഷ്റൂം ഇത് സാധാരണ മഷ്റൂമാണ്, മാജിക് മഷ്റൂം ഒന്നുമല്ല. ആരും അത് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, തിരക്കായിരിക്കുന്നതാണ്. നോക്കിയത് മഞ്ഞ കൊണ്ട് പറന്നുപോയി. ഓടിച്ച് കല്ലല്ലേടാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ അങ്ങനെയൊന്നും അല്ലടാ. നോക്ക്, ഒറ്റ ചാട്ടത്തിന് കയറി നോക്ക്. യെസ്, 30 ആയിട്ടില്ല, 20 എങ്ങനെയുണ്ട്? പൊളി. ആ അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് എടുത്തിട്ട് മുന്നോട്ടേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ റൈറ്റ് പാത്തിലെത്തും. എന്നിട്ട് ഈ വഴി ഇങ്ങനെ കയറി വന്നാൽ മതി. ಅಲ್ಲ ಆನೆ ಎಲ್ಲ ಜಾಸ್ತಿ ಇದೆಯಾ ಇಲ್ಲೇ? ಹೋಗಿ ಬರ್ತೀನಿ. ചീറ്റി ആനയൊക്കെ വരുന്നതാണ്, അത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കാന്നാണ് പറഞ്ഞത് അവര്. മുള പൂക്കുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ് പൂക്കാന്ന് ഞാൻ കേട്ടില്ല. പൂത്ത ഉണങ്ങുന്നും കേട്ടിട്ടുണ്ട്. ഇത് ഉണങ്ങിയിട്ടുണ്ട് ആക്ച്വലി. നോക്കിയോട്ടെ, ഇതാണ് സാധനം കണ്ടോ. ഈ സാധനം എടുത്തിട്ടാണ് മുളയരി ആക്കി എടുക്കുന്നുണ്ടാവുക. എന്നാൽ അതന്നെ ആയിരിക്കും മുള പൂത്തിട്ടേ, മുളയുടെ അരിയാണിത്. ഹായ്, അപ്പം നമ്മളെ ഹണ്ടികുണ്ടി ട്രക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇതാ ആ കാണുന്ന മലയാണ് നമ്മൾ കയറി ഇറങ്ങിയത്. നമ്മൾ താഴെ എത്തി, നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മളെ കാർ അവിടെ വെച്ചിട്ടുണ്ട് പാർക്കിങ്ങിൽ, അതെടുക്കണം. അവിടുത്തെ ആ ടെമ്പിളിൻ്റെ അടുത്തുള്ള പാർക്കിങ്ങിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് ട്രക്ക്? ഭയങ്കര നല്ല ട്രെക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രെക്കാണ്. മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, നല്ല കാറ്റ്. പിന്നെ ചെറിയ ട്രെക്കാ, കുറച്ച് നടക്കാനുള്ളൂ. ഒരു അരമണിക്കൂറിൽ നടന്നു കഴിഞ്ഞാൽ മുകളിലെത്താം. നല്ലൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതെ, ഈസി ടു ഒരു മോഡറേറ്റ് എന്നൊക്കെ പറയാം. മെർസുവിന് എന്താ തോന്നിയേ? ഈസിയാണ്, ബുദ്ധിമുട്ടുള്ള കയറ്റില്ല അല്ലേ. പിന്നെ കയറുന്ന കുറച്ച് സ്ലിപ്പറി പാട്ടുണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചിട്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പറിയാണ്. അതാണ് ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്സ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്.
പിന്നെ ചെറിയ ട്രക്കും ആയതുകൊണ്ട് എല്ലാവർക്കും വരാം. പിന്നെ ക്ലൈമറ്റ് ആണ്, നല്ല ക്ലൈമറ്റ് ആണ്, നല്ല സുഖമുണ്ട്, നല്ല ചാറ്റൽ മഴ, കാറ്റ് എല്ലാം കൊണ്ട്. ഇപ്പൊ 12 മണിയായിട്ടും വെയിലില്ല ഒട്ടും. നല്ല രസമുള്ള വെതർ. പിന്നെ സമയം നമ്മളേതായ പേസിൽ കയറിയാൽ മതി. അങ്ങനെ എന്താ പറയാ, ധൃതി പിടിച്ച് കയറേണ്ട ഇതൊന്നുമില്ല, വലിയ ചൂടും അതൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മെല്ലെ കയറിയാൽ മതി. വരുന്നവരെ എന്തായാലും വെള്ളം എടുത്തോളൂ. മുകളിൽ വെള്ളത്തിൻ്റെ വാട്ടർ റിസോഴ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല മഴയായിട്ട് പോലും. അപ്പം വെള്ളം ഒരു ബോട്ടിൽ കുപ്പി എടുത്തിട്ട് വരുന്നത് നല്ലതായിരിക്കും. കുറേ പൂക്കൾ നമ്മൾ കണ്ടില്ലേ, വരുന്ന വഴിക്ക് കുറേ പൂക്കൾ പൂമ്പാറ്റകളൊക്കെ കണ്ടു. പിന്നെ കുറേ ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റീസ് ഓഫ് ഇൻസെക്ട്സ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ബാംഗ്ലൂരിൽ നിന്ന് 60-70 കിലോമീറ്റർ ഉള്ളൂ. ട്രക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലൊക്കേഷനും ട്രക്ക് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് നമ്മൾ ഈ ട്രക്കൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ഹാപ്പി ട്രക്കിങ്. അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരെ ബാക്ക് പാക്കേഴ്സ് സൈനിങ് ഓഫ്. പണ്ട് തന്നെ ഗുണ കേവ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കേട്ട പണ്ടേ ഗുണ കേവ്സ് ആണ്. ഞാനും അങ്ങനെ ഡെവിൽസ് കിച്ചൺ ആ ഒരു പാട്ടിന് പറയുന്നത്, അതിന്റെ ഉള്ളിലേക്ക് വീഴുന്ന പാട്ടിനാണ് ഡെവിൽസ് കിച്ചൺ എന്ന് പറയുന്നത്. കാരണം അതിന്റെ ഉള്ളിൽ പോയാലും വാദന്താ സിനിമയ്ക്ക് ശേഷമാണ് ഗുണ കേവ്സ് എന്ന് പേര് വന്നത്. ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആർക്കെങ്കിലും ഈ ഒരു സംഭവം അറിയെങ്കിലും ഒന്ന് പറയൂ കമന്റില്. ഗൂഗിൾ നോക്കുന്നുണ്ട്. ആ സിനിമ ഈ മഞ്ഞുമൽ. ഓ അതാ, അത് റൈറ്റ് ആണ്. ഗുണ കേവ്സിന് ആ ഗുണ മഞ്ഞുമൽ ബോയ്സിന്റെ എന്താ പറയാ, രണ്ടാളും റൈറ്റ് ആണ്. അപ്പൊ ശരി, ഇപ്പൊ ശരി. ശരി, ഇനിയിപ്പോ ഇതാ നമ്മള് വണ്ടീന്റെ അടുത്ത് എത്തി. ഇനി വണ്ടി എടുത്തിട്ട് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.